നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല വിഷുവർഷ കാലം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. 2026 വിഷുവർഷ ഫലത്തിൽ നമ്മൾ പൂയം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ഈ 2026 വിഷുവർഷ ഫലങ്ങൾ, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, എന്തെല്ലാം അവരെ കാത്തിരിക്കുന്നു ഈ വിഷു വർഷത്തിൽ എന്ന് നമുക്ക് നോക്കാം. ആയില്യം എന്നത് കർക്കിടകക്കൂറിലെ ഒരു പൂർണ്ണ നക്ഷത്രമാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി തുടരുന്ന ഒരു വർഷമാണ്. എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലമായ രാശിമാറ്റം ഈ ജൂൺ മാസത്തിൽ വരികയാണ്. അത് വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഗുണകരമായ പല കാര്യങ്ങളും കൊണ്ടുവരും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാന ഫലങ്ങൾ കരിയർ, തൊഴിൽ, സാമ്പത്തിക നില, കുടുംബം, ആരോഗ്യം, വീട്, വാഹനം, ഉദ്യോഗം, ബിസിനസ്, വിദേശ തൊഴിൽ, സാമ്പത്തികം, വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിച്ചിട്ടാണ് ഫലം പറയുന്നത്. നമ്മുടെ വീഡിയോകളെല്ലാം കുറച്ച് നീളമുള്ളതാണ്. താല്പര്യമുള്ളവർ മുഴുവൻ ഫലങ്ങൾ അറിയുന്നതിന് വേണ്ടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ പകുതി, അതായത് ജൂൺ മാസം വരെ അഷ്ടമശനി തുടരുന്ന സാഹചര്യമായതിനാൽ അല്ലറ ചില്ലറ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങളുണ്ടാകും. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുകയില്ല, വൈകിപ്പോകും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സാമ്പത്തികപരമായിട്ടായാലും തൊഴിൽ മേഖലയായാലും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ഏത് കാര്യത്തിലും തടസ്സങ്ങൾ, അല്ലറ ചില്ലറ തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പക്ഷേ അതിന് നേരിട്ട് തന്നെ മുന്നോട്ട് പോവുക, പിന്തിരിഞ്ഞ് പോകാതിരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ആവശ്യമില്ലാതെ വ്യാകുലപ്പെടുകയോ വിഷമിക്കുകയോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി തിരികെ പോവുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വ്യാഴം അനുകൂലമായി വരാൻ പോവുകയാണ് ജൂൺ മാസത്തിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും പരിപൂർണമായ ഒരു ഫലം, നേട്ടം ഈ വ്യാഴമാറ്റത്തിന് ശേഷം തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ ഉദ്യമങ്ങൾ ഒന്നും തന്നെ പ്രതിസന്ധിയോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ പിന്മാറി മതിയാക്കി മുടക്കി കളഞ്ഞിട്ട് പിന്തിരിഞ്ഞ് പോകാതിരിക്കുക. നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ അനുകൂലമായ ഒരു സമയം വരുമ്പോൾ നമുക്ക് വളരെ വലിയ നേട്ടങ്ങൾ വരികയുള്ളൂ. കർഷകനെ കണ്ടു പഠിക്കണം. കാരണം വേനൽക്കാലത്തായിരിക്കും പല സ്ഥലത്തും അവർ തൈ വെച്ച് വാഴ കൃഷി ചെയ്യുന്നവർ വാഴത്തൈ വെച്ച് വെള്ളം കോരി അതിനെ മുളപ്പിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് വർഷകാലമൊക്കെ ആകുമ്പോൾ അത് നല്ല കായ്ഫലം നൽകുന്ന കുലകളായി മാറുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പിന്തിരിയരുത്. ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് പ്രധാന ഫലം നോക്കാം. കരിയറും തൊഴിലും കഠിനാധ്വാനത്തിന് അർഹമായ ഫലം നിങ്ങൾക്ക് അല്പം വൈകിട്ടാണെങ്കിലും ലഭിക്കും. ജോലി സ്ഥലത്തെ മത്സരങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വിഷു വർഷത്തിൽ വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള പ്രാവീണ്യം, അല്ലെങ്കിൽ നിങ്ങളത് ഔദ്യോഗിക രംഗത്തോ ഏത് മേഖലയിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരവും നേട്ടവും തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള മത്സരങ്ങളിൽ, അതായത് ഏത് വിധത്തിലുള്ള ഒരു മത്സരാവസ്ഥയിലും നിങ്ങൾക്ക് വിജയം വരിക്കുവാനായി കഴിയും. വർഷത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിലാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഗുണകരമായ നേട്ടങ്ങൾ കാണപ്പെടുന്നത് എന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. സാമ്പത്തിക നില നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇടയ്ക്കൊക്കെ ചില വീഴ്ചകൾ സംഭവിക്കുമെങ്കിലും ശാശ്വതമായി നിങ്ങൾ ഈ വിഷു വർഷത്തിൽ സാമ്പത്തികമായി നേടും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില സമ്പന്നാവസ്ഥകൾ വരും. പക്ഷേ അത് ജൂൺ മാസത്തിന് ശേഷം നേരെ ഗ്രാഫ് മുകളിലേക്ക് കുത്തനെ ഉയരുന്ന ഒരു സമയം തന്നെയാണ് ഈ വിഷു വർഷത്തിൽ. നിങ്ങളുടെ സാമ്പത്തിക നില, അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായ ബാധ്യതകളിലോ കടങ്ങളിലോ ഒന്നും ചെന്ന് ഇറങ്ങരുത്. പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെലവഴിക്കുക. കയ്യിലേക്ക് വരുന്ന പണം കരുതി വയ്ക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഈ വിഷു വർഷത്തിൽ തീർച്ചയായും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം നിലനിൽക്കുന്ന ഒരു വിഷു വർഷമാണിത്. വളരെ നല്ല ഒരു കുടുംബജീവിതം, സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു കുടുംബജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും നേതൃത്വം നൽകുവാനുമൊക്കെ അവസരമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അഷ്ടമശനി കാലമായതിനാൽ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ ഒരിക്കലും പാടില്ല. രക്തസമ്മർദ്ദം, അലർജി പോലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ശാരീരികമായി നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷുവർഷമാണ്. കൃത്യമായി അതിന് ചികിത്സ നിങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണ്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വീട് വാങ്ങാനോ അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് വർഷമധ്യത്തോടു കൂടി, അതായത് ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾ ശ്രമിച്ചാൽ വീട് വാങ്ങുവാനോ പണിയിക്കുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പൂർവികമായ സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പൗരാണികമായി അല്ലെങ്കിൽ പിതൃസ്വത്തായിട്ടോ മറ്റോ കുടുംബസ്വത്തുക്കളോ മറ്റോ കിട്ടാനുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അത് ജൂൺ മാസത്തിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾക്ക് ആ ധനം സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കാണുന്നു. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ഈ ജൂൺ മാസത്തിന് ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള യോഗമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ലോണായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡോ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് പണയപ്പെടുത്തിയോ വിറ്റോ ഒക്കെ നിങ്ങൾക്ക് ഒരു സ്വന്തം വീട്, അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മാറുവാൻ ഉള്ള യോഗം തീർച്ചയായിട്ടും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിലുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം സാധ്യമാകുന്ന ഒരു സമയമാണ്. അതും ജൂൺ മാസത്തിന് ശേഷമായിരിക്കും സാധ്യമാകുന്നത്. ആഡംബര വാഹനം എന്നല്ല, സ്വന്തമായി ഏതൊരു വാഹനം വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശ്രമിച്ചാൽ ഈ വർഷം, ഈ വിഷുവർഷം ഇത് സാധിക്കും. അഷ്ടമശനി നിലനിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അസമയങ്ങളിലോ അനാവശ്യമോ ആയ യാത്രകൾ, അമിത വേഗം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കണം. ട്രാഫിക് റൂളുകൾ നിങ്ങൾ കൃത്യമായി പാലിക്കുക. വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് യോഗ്യമായ പേപ്പറുകൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പറുകളും കൃത്യമായി തന്നെ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണം. ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ തീർച്ചയായും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വിഷു വർഷമാണിത്. നിങ്ങൾ ചെറിയ ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ജോലിയിലേക്ക് മാറാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു സ്ഥാനക്കയറ്റം നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത്, അത് പ്രൈവറ്റ് സെക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറോ അങ്ങനെയില്ല, നിങ്ങൾ ഏത് മേഖലയിലായാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പടിയെങ്കിലും മുകളിലേക്ക് കയറുവാനും അതിനനുസരിച്ചുള്ളൊരു സാമ്പത്തികം, അതായത് ശമ്പള വർധനവ് ലഭിക്കുന്നതിനും ഒട്ടേറെ സാധ്യതയുള്ള ഒരു വിഷുവർഷമാണ്. പക്ഷെ സഹപ്രവർത്തകരുമായി അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളുമായി നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും നാക്കുപിഴ കൊണ്ടോ അല്ലെങ്കിൽ ക്ഷിപ്രകോപം കൊണ്ടോ ഇവരുമായിട്ടുള്ള ബന്ധം തകർക്കുവാൻ, അവരുമായിട്ട് അനാവശ്യമായ വഴക്കിനോ തർക്കത്തിനോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ അനുകൂലമായൊരു സമയമാണ് ഈ വ്യാഴം മാറുന്ന സമയം. അതായത് ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ നല്ല സമയമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബിസിനസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാര്യം അഷ്ടമ ശനി നിലനിൽക്കുന്ന കാലമാണ്. പക്ഷേ നിങ്ങൾ അത് ഇപ്പോൾ വിട്ടെറിഞ്ഞിട്ട് പോകണ്ട, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന മാക്സിമം എഫർട്ട് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വ്യാഴം മാറിക്കഴിയുമ്പോൾ അതിന് നല്ല ഫലം, അതായത് നല്ലൊരു റീച്ച് ലഭിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഒരു സംരംഭം തുടങ്ങണം, നല്ലൊരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ കാലയളവിൽ ഒരു കാരണവശാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അതിൽ തന്നെ നിങ്ങൾ നിൽക്കുക. അത് നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വരുമാനം കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അത് നിർത്തിയിട്ട് ഒരു കാരണവശാലും ഈ ജൂൺ മാസത്തിന് മുമ്പ് നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാതിരിക്കുകയും വേണം. കാര്യം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജൂണിന് മുമ്പ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക്
ഈ ജൂൺ മാസത്തിന് ശേഷം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ശ്രമം എന്നത് ജൂൺ മാസത്തിന് ശേഷമായിരിക്കരുത്, ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങാം. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്കത് തീർച്ചയായിട്ടും സഫലമാകും എന്നാണ് പറയുന്നത്. സാമ്പത്തികപരമായി, അതായത് ധനപരമായി അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വിഷു വർഷമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോട്ടറി, ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ഫയൽ ചെയ്തിരുന്ന കേസുകൾ, നിങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് സാമ്പത്തികപരമായ ഇടപാടുകളിൽ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേട്ടമായിട്ട് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് വന്നു ചേരാൻ ഈ വിഷുവർഷത്തിൽ വളരെ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക്, അത് ഗോൾഡിലോ വസ്തുവകകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയ സമയമാണ് ജൂൺ മാസത്തിന് ശേഷം. എന്നാൽ ചിട്ടി, സ്വകാര്യ പണമിടപാടുകൾ എന്നിവ നടത്തുന്നത് അതും വലിയ തുകയ്ക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം പൊളിഞ്ഞു പോകുന്ന ചിട്ടി കമ്പനികളിലോ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലോ ഒന്നും കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ ഇടരുത്. നിങ്ങൾ അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, അംഗീകരിക്കപ്പെട്ട ബാങ്കുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇതുപോലുള്ളതിലൊക്കെ ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നിങ്ങൾക്ക് SIP, SIP പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാനും അനുകൂലമായൊരു സമയമാണ്. അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ആ ഓഹരി ഇടപാട് പോലുള്ള, ഓഹരി പണമിടപാട് പോലുള്ള, ഷെയർ മാർക്കറ്റ് പോലുള്ള രംഗങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായ ബോധമില്ലെങ്കിൽ മറ്റാരെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ധനമുണ്ടാക്കി തരാം, ലാഭമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അത് ചിലപ്പോൾ നഷ്ടം വരുത്താൻ വളരെ സാധ്യതയുണ്ട്. ഓഹരി വിപണി എന്നുള്ളതല്ല, ഏതൊരു ബിസിനസ്സായാലും നിങ്ങൾക്ക് അറിയില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാൻ നിങ്ങൾ പണമിറക്കിയാൽ മതി, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് മൂന്നാമതൊരു കക്ഷി, ഒരു ഏജൻറ്റ്, ഒരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിശ്വസിച്ച് പണം നിക്ഷേപം ഒരിക്കലും ചെയ്യാതിരിക്കുക. ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ ഈ വർഷം സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ആദ്യം പ്രണയബന്ധങ്ങളെ പറ്റി നോക്കാം. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹത്തിലേക്ക് കടക്കാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ അനാവശ്യമായ സംശയങ്ങളും വാശിയും ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാകാൻ സഹായിക്കും. കാര്യം അത്തരം ഒരു പ്രണയബന്ധത്തിലേക്ക്, അങ്ങനെ ഒരു പ്രണയബന്ധം നിങ്ങൾ വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ആ പ്രണയത്തിലെ അട്രാക്ഷൻ അപ്പുറം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി പങ്കാളിയുമായി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് ഇറങ്ങാവൂ. നിങ്ങളുടെ അനാവശ്യമായ സംശയങ്ങൾ, അതായത് നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനാവശ്യമായ സംശയങ്ങൾ, ഇരു കൂട്ടരുടെയും വാശികളൊക്കെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പ്രണയം വിവാഹത്തിലേക്ക് കടക്കും എന്നതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അതിനെ ഒരുപക്ഷെ നിങ്ങളുടെ പിടിവാശി കൊണ്ട് വീട്ടുകാർ സമ്മതിച്ചാൽ പോലും ആ പങ്കാളിയുമായി ഒത്തുപോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് ഇറങ്ങാവൂ. പ്രത്യേകിച്ച് പ്രണയ വിവാഹത്തിന് ഇറങ്ങാവൂ. വിവാഹ നിശ്ചയത്തിന് വർഷത്തിൻ്റെ ആദ്യ പകുതികളിൽ വിവാഹ ആലോചനകളിൽ ചെറിയ തടസ്സങ്ങളോ കാലതാമസമോ നേരിട്ടേക്കാം. ഇത് പ്രണയ വിവാഹത്തിനെ പറ്റി അല്ല പറയുന്നത്, നോർമലായുള്ള കാര്യങ്ങളെ പറ്റിയാണ്. വിവാഹ ആലോചനകളിൽ നിങ്ങൾക്ക് ജൂൺ മാസം വരെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും പലപ്പോഴും താമസമോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ 2026 ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടുകൂടി വിവാഹ കാര്യങ്ങളിൽ വളരെ പെട്ടെന്നുള്ള തീരുമാനം, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും. നിങ്ങളുടെ ആ ശ്രമങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങ് സഫലീകരിക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വിവാഹത്തിന് ഒരു തീരുമാനമുണ്ടാകുന്നത്. അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ഒരു ജീവിത പങ്കാളി, അത് പെൺകുട്ടിയായാലും ശരി തന്നെ പുരുഷനായാലും ശരി തന്നെ, അവർക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അഷ്ടമശനി കാലമായതിനാൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ചൊവ്വാദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതക തടസ്സങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായും രണ്ട് കൂട്ടരുടെയും ജാതകം നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തിന് നിങ്ങൾ കൈകൊടുക്കാൻ പാടുള്ളൂ.
വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. നേരത്തെ ഉദ്യോഗാർത്ഥികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വിദ്യാർത്ഥികളെയും കൂടി ചേർത്ത് പറയുകയാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക്, അത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ രാജ്യത്തിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള വിസ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളിലേക്ക് ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ തുടങ്ങിയ രേഖകളൊക്കെ ലഭിക്കുന്ന, അത് നിങ്ങൾ നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാത്തത് പോലും ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ്. പ്രവേശന പരീക്ഷകളിൽ നിങ്ങളുടെ കഠിന പ്രയത്നത്തിന് കൃത്യമായ ഫലം ലഭിക്കും. ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കുന്ന സമയമാണ്. ബുധൻ അധിപനായ നക്ഷത്രമായതിനാൽ ബുദ്ധിശക്തിയും ഗ്രഹണശേഷിയും വളരെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സയൻസ്, IT, ബാങ്കിങ് മേഖലകളിൽ പഠിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആ മേഖലകളിൽ ജോലി നോക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷുവർഷം കൂടിയാണിത്. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താലേ ഈ പരീക്ഷകൾ നമുക്ക് പാസ്സാകാൻ കഴിയുകയുള്ളൂ എന്ന് ബോധം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ കഠിനാധ്വാനത്തിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കും. സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ വിഷുവർഷത്തിൽ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ്. അഷ്ടമശനി കാരണം പരീക്ഷാ സമയത്ത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളോ അലസതകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കരുതിയിരിക്കണം. ഇപ്പോൾ ഒരു അഷ്ടമശനിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. അതിന് പുറപ്പെടുന്നത് പോലും നിങ്ങൾ മുൻകൂട്ടി ആ എക്സാമിന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം അവിടെ പോകാനും പങ്കെടുക്കുവാനും. കൃത്യമായ പ്ലാനിങ്ങും ഭക്ഷണക്രമം, യാത്രാക്രമം എന്നിവയൊക്കെ നിങ്ങൾ പാലിക്കണം. കാര്യം ചെയ്യാൻ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കൊണ്ട് നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരാൻ പാടില്ല. അത് അഷ്ടമശനിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ നിങ്ങളതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടം തന്നെ ഉണ്ടാവും. വിദ്യാഭ്യാസത്തിൻ്റെ വിജയത്തിനായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ചില പരിഹാരങ്ങൾ പറഞ്ഞു തരാം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാടായി നൽകുന്നതും വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്നതും നിങ്ങളുടെ പഠനത്തിൽ, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നൽകും. നിങ്ങൾക്ക് അതിൽ ഈ മത്സര പരീക്ഷയിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ വിജയം വരിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണിത്. അതൊന്ന് ചെയ്തു നോക്കുക. വിവാഹം അനുകൂലമായി വരുവാനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി നൽകുന്നത് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങുവാനായി സഹായിക്കും. പിന്നെ അഷ്ടമശനിക്ക് പൊതുവായിട്ടുള്ള പരിഹാരമായിട്ട് അതിൻ്റെ അഷ്ടമശനി ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഉത്തമമായ ഫലങ്ങൾ നൽകും. കൂടാതെ നാഗദൈവ ഭജനം ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് നാഗങ്ങളാണ്, സർപ്പം ദൈവങ്ങളാണ്. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സർപ്പക്ഷേത്രത്തിൽ, നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ 100 പാലും സമർപ്പിക്കുകയോ ചെയ്യുന്നത് ദോഷകാഠിന്യം, അഷ്ടമശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കും. വിദ്യയ്ക്കും ബുദ്ധിക്കും, അത് വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്കും ബുദ്ധിക്കും ഐശ്വര്യത്തിനുമായിട്ട് നമുക്ക് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. അത് വിദ്യാർത്ഥികൾക്കെന്നല്ല, നമുക്ക് ആർക്കായാലും ശരി തന്നെ ഈ ആയില്യം നക്ഷത്രത്തിലെ പ്രവൃത്തി ചെയ്യുന്ന കർമ്മ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് വളരെ നല്ലതാണ്. ബുദ്ധിക്കും വിദ്യയ്ക്കും അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഐശ്വര്യത്തിനും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭജനം, അത് ഏതെങ്കിലും ശ്രീകൃഷ്ണ സ്വാമി, മഹാവിഷ്ണു സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ദാനം ചെയ്യാൻ മടിക്കരുത്. അത് പരമാവധി പാവപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ മരുന്നോ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുക. ഇത് ഈ ശനിയുടെ ദോഷം കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. എള്ള്, കറുത്ത വസ്ത്രം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതുമൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിന് അഷ്ടമശനിയുടെ അവശതകൾ ഉണ്ട് എങ്കിൽ തന്നെയും ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിന് ശേഷം അവരുടെ ഗ്രാഫ് ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല സമയമാണ്, നല്ല കാലഘട്ടമാണ് ഈ വിഷുവർഷത്തിൽ ആയില്യം നക്ഷത്രത്തിന് ലഭിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും എല്ലാ മടിയും അശ്രദ്ധകളുമെല്ലാം
കളഞ്ഞിട്ട് നല്ല ബുദ്ധിയോടുകൂടി, നല്ല ചിന്തകളോടുകൂടി, നല്ല പ്രവർത്തികളോടുകൂടി മുന്നോട്ട് പോവുക. ഈശ്വര ചൈതന്യം നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ മേൽ പതിയും. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും എല്ലാം മാറും. സ്വന്തമായൊരു വാഹനം, വീട്, ജോലി, വിവാഹം, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായ എല്ലാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാവും, സാമ്പത്തിക ലാഭമുണ്ടാകും. അതെല്ലാം ഒന്ന് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ മറക്കാതിരിക്കുക. ദാനം ചെയ്യുന്ന കാര്യം വീണ്ടും പറയുകയാണ്. അത് മനുഷ്യന് തന്നെ ആകണമെന്നില്ല. പാവപ്പെട്ട മൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് ഒക്കെ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു വയർ ആഹാരമോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാക്കയ്ക്ക് ഒരു ഉരുള ചോറ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുണ്യം നൽകും. കാലഭൈരവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. കാലദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കാലഭൈരവനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ നായകളെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. അവയ്ക്ക് അല്പം വെള്ളമോ ആഹാരമോ കിടക്കാൻ ഒരു സ്ഥലമോ ഒക്കെ കൊടുക്കുക. ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നായകളെ അടിച്ചു കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക, മുറിവേൽപ്പിക്കുക, ഇതൊക്കെ വളരെ വലിയ പാപങ്ങളാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിക്കളയുന്ന ഒരു പ്രവൃത്തിയായി പോകും. അത് മാത്രമല്ല, അതിൻ്റെ പാപകർമ്മങ്ങൾ നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കേണ്ടിയും വരും. ഒരു തെരുവ് നായികയ്ക്കെങ്കിലും ഭക്ഷണം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക. തെരുവിൽ നിന്നൊരു നായയെ എടുത്ത് നമുക്ക് ദത്തെടുത്ത് നമ്മുടെ വീട്ടിൽ അതിന് കിടക്കാനൊരു സ്ഥലം കൊടുത്ത് സംരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യുക. നായ എന്ന് പറഞ്ഞത് തെരുവ് നായ തന്നെ ആകണമെന്നില്ല. നാടൻ നായയാകാം, ബ്രീഡുകളാകാം, നമ്മൾ ഓമനിച്ച് വളർത്തുന്നവയാവാം. ഏതായാലും ശരി തന്നെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും അവയോട് സമഭാവനയോടുകൂടി ഇടപെടുകയും ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാം പ്രപഞ്ചത്തിൻ്റെ, ജഗദീശ്വരൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ബോധത്തോടുകൂടി സർവരെയും സ്നേഹിച്ച് എല്ലാ സഹജീവികളോടും കരുണാർദ്രമായൊരു മനസ്സോടുകൂടി, ഈശ്വര ചിന്തയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും ഈ വിഷുവർഷം ആയില്യം നക്ഷത്രത്തിന് ലഭിക്കും. അങ്ങനെ തന്നെ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.